ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നാളെ നടക്കാൻ പോണ പൂജയുടെ ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത് റീമേക്കിലെ ഭാഗമാണ് പറയണത്. അങ്ങനെ ശരിക്കും ശ്രീകൃഷ്ണ ജയന്തിയാണ് ഇവർ ആഘോഷിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ ലാവണ്യ തന്നെ പൂജ ചെയ്യണമെന്ന് അഞ്ജലിക്കും മുത്തശ്ശിക്കും ഒരേ നിർബന്ധം. അപ്പൊ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, നീ തന്നെ ലാവണ്യടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ജയന്തിയാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ്ടേ, ഞങ്ങളുടെ അവിടെ അതെ ശ്രീകൃഷ്ണ ജയന്തി ഭയങ്കരമായിട്ട് ആഘോഷിക്കും, എൻ്റെ ഇഷ്ടപ്പെട്ട ദേവന ശ്രീകൃഷ്ണൻ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ കഥയുണ്ടല്ലോ എന്ന് വേണ്ടി ലാവണ്യൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി. കുറച്ച് കഴിയുമ്പോൾ ലാവണ്യക്ക് ബോറടിക്കും കേട്ടോ. ലാവണ്യ അപ്പൊ ഫോൺ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. അതിനുശേഷം അടുക്കളയിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതി ലാവണ്യടുത്ത് പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുപാട് പേരുകളുണ്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് പേരുകളോ, അതെങ്ങനെ ഒരാൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടാവും എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഓരോരോ അവതാരം എടുക്കുമ്പോൾ ഓരോരോ പേരുകളാണല്ലോ എന്ന് പറയുവാണ്. ആ സമയത്ത് മനോരമ വന്ന് പറയുന്നുണ്ട്, അതെ അതെ അത് ശരിയാ ലാവണ്യ, ഇവളുടെ പേര് തന്നെ ഉണ്ടല്ലേ ശ്രുതി ലക്ഷ്മി എന്നാ, പക്ഷെ ഇവിടെ ഞങ്ങൾ വിളിക്കുന്നത് കീറസാരി എന്നും അതുപോലെ തന്നെ കാർട്ടൂൺ ബേബി എന്നും ഒക്കെയല്ലേ, പിന്നെ ചീനി പോയ പലഹാരങ്ങൾ കൊണ്ടുവന്നവൾ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഒരുപാട് പേരുകളുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ അഞ്ജലിക്കും അത് ഫീൽ ആവുന്നുണ്ട്, ശ്രുതിക്കും ഫീൽ ആവട്ടോ. കാരണം അവർ അത്രയും നന്നായിട്ട് ശ്രീകൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, പ്ലീസ് മനോരമ ആൻറ്റി ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് ഞാനൊന്നും പറയണില്ല എന്ന് വേണ്ടേ. മനോരമ അവിടെ വെണ്ണ എടുത്തോണ്ട് പോണ സമയത്ത് ചെറുതായിട്ട് വെണ്ണ ഒന്ന് അവിടെ മറ്റേ രാമൻ ചേട്ടനെ വിട്ട് വെണ്ണ കുറച്ചു നേരത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. മനോരമ അത് തുടയ്ക്കൊന്നുമില്ല. മനോരമ അവിടെ നിന്ന് അവിടെ പോകുവാണ്. അതിനുശേഷം നമ്മുടെ ലാവണ്യ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോളിൽ ഫോൺ ഉണ്ട്, ലാൻഡ് ഫോൺ ഉണ്ട്, അത് ബെല്ലടിക്കുക കേട്ടോ. ബെല്ലടിക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. അപ്പൊ ശ്രുതി, അയ്യോ ആരും ഇല്ലല്ലോ, ലാൻഡ് ഫോൺ ആണ് ബെല്ലടിക്കണത് എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് പറയുമ്പോൾ അശ്വിനായിട്ട് വിളിക്കണത്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ മനസ്സിലാവും ശ്രുതിയാണെന്ന്. അശ്വിനായിട്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന്, അയ്യോ അത് ഇവിടെ ലാൻഡ് ഫോൺ അടിച്ചപ്പോൾ ഞാൻ വെറുതെ അറിയാണ്ട് എടുത്തതാണെന്ന് പറയുമ്പോൾ, ഞാൻ ചേച്ചിനെ വിളിച്ചെന്ന് പറയുമ്പോൾ, ചേച്ചിനെ വിളിക്കണമെങ്കിൽ ചേച്ചിയുടെ മൊബൈലിൽ വിളിച്ചാൽ പോരെ, ദേ നിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലാൻഡ് ഫോൺ ആയതുകൊണ്ട് എടുത്തു പോയെന്നേ ഉള്ളൂ, ഞാൻ ചേച്ചിയുടെ അടുത്തേ പൂജക്ക് മുല്ലപ്പൂ വേണോ കനകാംബരം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കനകാംബരം വേണ്ട മുല്ലപ്പൂ മതി എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അത് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, ചേച്ചി എടുത്തല്ല, ചേച്ചിക്ക് ഫോൺ കൊടുക്കുക എന്ന് പറയുവാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, എന്താ ശ്രുതി ആരാ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ, അത് അശ്വിൻ സാറാ, പൂജക്ക് മുല്ലപ്പൂ വേണോ കനകാംബരം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ, അയ്യോ കനകാംബരം വേണ്ട മുല്ലപ്പൂ മതി എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി അശ്വിനോട് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് മുല്ലപ്പൂ മതി എന്ന്. അപ്പൊ അത് കേൾക്കണത് അശ്വിന് ദേഷ്യം കൊണ്ടു ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതില്ലേ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി എടുത്ത്, ഇവിടെ ഒരുപാട് ശ്രീകൃഷ്ണന്റെ പേരുള്ളവരുണ്ട്, രാമൻ ചേട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ശ്രീകൃഷ്ണന്റെ പേരാണ്, അങ്ങനെ ഒരു പേര് വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, പിന്നില്ലേ ഞങ്ങളുടെ വീട്ടിലെ മുകളിലത്തെ നിലയിലെ താമസത്തിൽ നിൽക്കുന്ന ആ ആളുടെ പേരും നിങ്ങൾ പറയാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് ശ്യാമിന്റെ കാര്യം നമ്മുടെ ശ്രുതിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ പൂജാസാനങ്ങളൊക്കെ ആയിട്ട് നടന്നു വരുമായിരിക്കും. ആ സമയത്ത് ശ്രുതിയും വരുന്നുണ്ടാവും. മനോരമ അവിടെ ഇട്ടിട്ട് പോയ ആ ഒരു വെണ്ണ ഉണ്ടല്ലോ, നെയ്യ്, അതിലേക്ക് ചവിട്ടി നമ്മുടെ ശ്രുതി തീറ്റി വീഴുവാണ്. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്, തീറ്റി പോണ സമയത്ത് അശ്വിൻ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഭാഗം കണ്ടില്ല, അത് ആ സമയത്താണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അഞ്ജലി അടുത്ത്, അഞ്ജലി ഞാൻ വീട്ടിൽ പോകുവാണെന്ന് പറയുമ്പോൾ, അയ്യോ ശ്രുതി നീ പോകല്ലേ, ഇന്ന് പൂജയൊക്കെ ഉള്ളതല്ലേ, അവനെ പൂജയിൽ എന്തിനെ തെറ്റി വരുത്തിക്കന്നെ നീയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അയ്യോ അഞ്ജലി പ്ലീസ് അഞ്ജലി മാഡം ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, കാരണം വീട്ടിലും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അശ്വിൻ അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇവരോട് ഇങ്ങനെ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല, കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാന്ന് പറ, പൈസ കിട്ടണമെങ്കിൽ അവൾ എന്തും ചെയ്യും എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പൈസ കിട്ടണമെങ്കിൽ എന്തും ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ അശ്വിനോട് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്, എന്താ ഇവിടെ ബഹളം, മോളെ ശ്രുതി നീ എന്തായാലും പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി മോളെ, അയ്യോ അത് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്ക് വീട്ടിൽ പോകണം, അമ്മായും ചേച്ചി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ, എങ്കിൽ അവരെയും പൂജയ്ക്ക് വിളിക്കാം എന്ന് പറയുവാണ്. അങ്ങനെ മുത്തശ്ശി നമ്മുടെ അമ്മായിനെയും പ്രീതിനെയും പൂജയ്ക്ക് വിളിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ പൂജ ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അമ്മായും പ്രീതിയും കൂടി വീട്ടിലെത്തുവാണ്. അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.